നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള നബാർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഗ്രൂപ്പ് സി പോസ്റ്റാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. നമുക്ക് മന്ത്ലി ഇനീഷ്യലി നമുക്കൊരു 35,000 മുകളിൽ നമുക്ക് സാലറി മറ്റൊട്ടനവധി അലവൻസ് ഒക്കെ കിട്ടുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതോടൊപ്പം ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, കേരളത്തിലെ വേക്കൻസിയിലേക്ക് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് എങ്ങനെയാണെന്നുള്ളതും വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെച്ചാൽ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുക. ഇപ്പം ഇൻകം ടാക്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ RRBയുടെ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിൻ്റെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. HDFC ഒരു സ്കോളർഷിപ്പിൻ്റെ ഉണ്ട്. അങ്ങനെ ഈ അടുത്ത് HURL, RRB, അതുപോലെ എനിക്ക് HALൻ്റെ, DRDOയുടെ, ഇങ്ങനെ ഒട്ടനവധി എല്ലാവിധ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാം നമ്മളിതിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇപ്പോൾ ഇതാണ് കൂടെ കാണാം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇതാണ് കാണാം, ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് കൂടെ കാണാം. ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 3 ആണ്. ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കൂടെ കാണാം. ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രൂപ്പ് സി പോസ്റ്റാണ്. ഓൺലൈനായിട്ടാണ് ഇൻട്രസ്റ്റഡ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ഒക്ടോബർ മുതൽ നിങ്ങൾക്ക് 21 ഒക്ടോബർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം ഒക്ടോബർ 2 ആണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്താണ് ഒക്ടോബർ 21 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് പറയുന്നുണ്ട് 21 നവംബറിൽ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ ഉണ്ടാവും, ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും. കേരളത്തിൽ വിവിധ സെൻറ്ററുകളുണ്ട്, വിവിധ ജില്ലകളിലായിട്ട് എക്സാം സെൻ്റർ ഉണ്ട്. അത് മാത്രമല്ല കേരളത്തിൽ നമുക്ക് കുറച്ച് വേക്കൻസികളുണ്ട്, അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതായത് SSLC നിങ്ങൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ജസ്റ്റ് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏത് റീജിയണൽ ഓഫീസിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ താമസിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വിവിധ സ്റ്റേറ്റ് വൈസ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് കേരളത്തിലുള്ളവർക്ക് കേരളത്തിലെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ മറ്റു സ്റ്റേറ്റിലൊക്കെ സ്ഥിരതാമസമുള്ളവർക്ക് അങ്ങനെയും എന്ത് ചെയ്യാം, അതത് സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് ഉദ്യോഗാർത്ഥികൾ അണ്ടർ ഗ്രാജുവേറ്റഡ് ആയിരിക്കണം. എന്താണ് അണ്ടർ ഗ്രാജുവേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രി എടുക്കാൻ പാടില്ല, നിങ്ങൾ ഡിഗ്രി പഠിച്ച് കംപ്ലീറ്റ് ചെയ്തവരാവരുത് എന്നുള്ളതാണ്. 1/10/2024 നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിയും അതായത് ഗ്രാജുവേഷനും അതുപോലെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് എലിജിബിൾ അല്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് +2 ഒക്കെ പഠിച്ച് കഴിഞ്ഞവരാണെങ്കിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ജസ്റ്റ് 10ാം ക്ലാസ് ആണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. 10 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെയുള്ളൊരു പോസ്റ്റ് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന PSCയിലാണെങ്കിൽ LGS ഒക്കെ ഇല്ല, അതേപോലെയാണ് നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഗ്രേഡ് ആ ഒരു സെർവൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റൊക്കെ ഇല്ലേ, അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ആ ഒരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണോ അത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൽ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെയുള്ള സ്കീമാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ 10ാം ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ +2 മറ്റ് ഡിപ്ലോമയോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചവർക്കും എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഗ്രാജുവേഷനോ അതിന് മുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രാജുവേഷനോ അതിന് മുകളിലേക്കോ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം. അതായത് നിങ്ങൾ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് അവാർഡായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ പാസ് ഔട്ട് ആയിട്ടില്ല എന്നുള്ളത് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം 1/10/2024. അപ്പോൾ നിലവിൽ നിങ്ങൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ 1/10/2024 നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്ക് ഗ്രാജുവേഷൻ നമ്മുടെ റിസൾട്ട് ഒന്ന് വന്ന് നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഈ പറയുന്ന 1/10/2024 എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കി നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ ഇതിലേക്ക് പരിഗണിക്കില്ല എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.
ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് 1/10/2024 നിങ്ങൾക്ക് 18 വയസ്സാണ് മിനിമം, 30 വയസ്സ് മാക്സിമം ആണ് കേട്ടോ. 30 വയസ്സിൽ അപ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് ഏജിലെ കൺഫ്യൂഷൻ നമ്മുടെ സൈറ്റിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഈസി ടൂൾസിൽ എന്താണ് ഏജ് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 33, OBC NCL ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ അവർക്കുണ്ടായിരിക്കും. എക്സ് സർവീസ്മാനും അതുപോലെ തന്നെ ഈ വിഡോസ് ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കൊക്കെ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിലേക്കുള്ള വാക്കൻസി ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റേറ്റ് വൈസ് വാക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം. ഓഫീസ് അറ്റൻഡൻറ്റ് ടോട്ടൽ വാക്കൻസിയും കൂടെ 108 വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമിഴ്നാടൊക്കെ ഇവിടെ കാണാം. തമിഴ്നാട് 5 വാക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരള നിങ്ങൾക്ക് ഇവിടെ കാണാം, ടോട്ടൽ 5 വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ SC/ST OBCൻ്റെ വാക്കൻസി കാണാം. STക്ക് വാക്കൻസി ഇല്ല, SCക്കും വാക്കൻസി ഇല്ല. അവർക്ക് എന്തെങ്കിലും ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കൻസി വളരെ ലിമിറ്റഡ് ആണ്. സ്റ്റേറ്റ് വൈസ് നോക്കുമ്പോൾ ടോട്ടൽ വാക്കൻസി ഉണ്ട്. അപ്പോൾ വാക്കൻസി ഒക്കെ ഇനിയും കൂടും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു വെയിറ്റ് ലിസ്റ്റ് 1 ഇയർ എന്ത് ചെയ്യും, അതിൻ്റെ 50% വാക്കൻസിയുടെ 50% ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, വെയിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അതിന് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ, എന്തെങ്കിലും ഒഴിവുകൾ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ തമിഴ്നാട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് തമിഴ്നാട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ നമ്മൾ എന്താണ് താമസിക്കുന്നവരായിരിക്കും എന്നുള്ള കണ്ടീഷൻ കൂടെ അതിൽ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു എന്താണ് ലോക്കൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള ആണെങ്കിൽ കേരളത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ മലയാളം അറിഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ് കേട്ടോ. എഴുതാനും വായിക്കാനും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. ഓൺലൈൻ എക്സാമാണ് ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൽ റീസണിങ്, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി, അതിങ്ങനെ 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് വെച്ചിട്ട് 120 ക്വസ്റ്റ്യൻ 120 മാർക്കാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ്, ഇപ്പം മീൻസ് ഒഫീഷ്യൽ ലാംഗ്വേജ് അപ്പോൾ നമ്മുടെ മലയാളമാണ് കേരളത്തിൻ്റെത്. ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ തമിഴാണ് അതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പോൾ തമിഴ് വായിക്കാനും എഴുതാനും സംസാരിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കുന്നതാണ്. അതായത് റീഡ്, റൈറ്റ്, സ്പീക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ലാംഗ്വേജ് ഏത് സ്റ്റേറ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് നമുക്ക് ഡീൽ ചെയ്യാൻ അറിയണം എന്നുള്ള കണ്ടീഷനാണ്. അതാണ് ഈ പറയുന്ന ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. അതൊന്ന് ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. അത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്. ജസ്റ്റ് നമ്മളൊന്ന് ആ ഒരു ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി. ഒരു നിശ്ചിത വളരെ പെർസെൻറ്റേജ് നമ്മൾ മാർക്ക് എത്തിയാൽ മതി. അല്ലെ ഭയങ്കര മാർക്ക് നേടേണ്ട ആവശ്യമില്ല. നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റിങ്ങിനും അതുപോലെ ലാംഗ്വേജ് മനസ്സിലാക്കാനും ഉള്ള സ്കിൽ, ആ ഒരു അറിവുണ്ടായാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ സ്കീമിൽ വരുന്ന നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. എക്സാം 1/4 നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും തെറ്റായി രേഖപ്പെടുത്തിയാൽ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ അതത് സ്റ്റേറ്റിലേക്ക്, ഇപ്പോൾ കേരളത്തിലേക്ക് അപേക്ഷ നൽകുന്നവരാണെങ്കിൽ അവർക്ക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആണ്. മലയാളം വായിക്കാൻ, എഴുതാൻ, സംസാരിക്കാനൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ള ശേഷി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. അത്രയേ ഉള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണത്. ഇനി തമിഴ്നാട്ടിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ തമിഴ് വായിക്കാനും എഴുതാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ശേഷി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക കേട്ടോ. അതാണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. വേറെ വലിയ സംഭവം ഒന്നുമല്ല. ഇനി ഇതിൻ്റെ വെയിറ്റ് ലിസ്റ്റ് ഞാൻ പറഞ്ഞു, 50% വേക്കൻസിയുടെ വെയിറ്റ് ലിസ്റ്റ് അവർ ഉണ്ടാക്കും. 1 വർഷമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. 1 വർഷം വരെ അതെന്ത് ചെയ്യും, അവർ അത് നിലനിർത്തുന്നതാണ്. അപേക്ഷ ഫീസ് ഉണ്ട് ഇതിലേക്ക്. SC/ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് 50 രൂപ ഇൻറ്റിമേഷൻ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അപ്ലിക്കേഷൻ ഫീ ആയിട്ടൊന്നും വാങ്ങുന്നില്ല. പ്ലസ് അതിൻ്റെ കൂടെ ടാക്സും ഉണ്ടായിരിക്കും കേട്ടോ. ഇതിന് ഓൾ അതേഴ്സ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ പറയുന്ന 450 + 50 500 രൂപയാണ് ഫൈനലായിട്ട് എടുക്കേണ്ടത്. പ്ലസ് GST പാട് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. എക്സാം സെൻറ്റർ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആലപ്പുഴ, കൊച്ചി, എറണാകുളം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം, ഇത്രയും സെൻറ്ററുകൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് എക്സാം എഴുതാം. then അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേ സ്കെയിൽ ഞാൻ പറഞ്ഞു ഇനിഷ്യലി നിങ്ങൾക്ക് അവിടെ 35,000 സാലറി മന്ത്ലി കിട്ടുക. അതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ഒട്ടനവധി അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസും മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കോൾ ലെറ്റർ വരുന്നത് നിങ്ങൾക്ക് SMS ആയിട്ടും മെയിലായിട്ടൊക്കെ നിങ്ങൾ അറിയിക്കും. ആ സമയത്ത് നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം. അതിനുശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം, പിന്നെ പേയ്മെൻറ്റ്, പിന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ എന്തിനാണ് ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ജസ്റ്റ് അതിൻ്റെ ഒരു ഇംപ്രഷൻ നമ്മൾ അതിലാക്കിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം. ഡിക്ലറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാചകം ഇതാണ്. ഇവിടെ നിങ്ങളുടെ പേര് ചെയ്താൽ ബാക്കി ഇതേ സെൻറ്റൻസ് ഇതേപോലെ ഫോളോ ചെയ്യുക.
ഇതുവരെ ഇതട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഡയമെൻഷൻ ഓരോന്നിൻ്റെയും വ്യക്തമായിട്ട് ഇതിൽ തന്നെ പറയുന്നതിൻ്റെ ഈ ഡയമെൻഷൻ ഫോളോ ചെയ്യണം. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ പാസ്വേഡ്സ് കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 200x230 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ. 20 കെയുടെയും 50 കെയുടെയും ആയിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിൽ സിഗ്നേച്ചർ ആണെങ്കിൽ 150x60 ആയിരിക്കണം ഡയമെൻഷൻ. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പാൻ ആയിരിക്കണം. 10 കെയുടെയും 20 കെയുടെയും ആയിരിക്കണം ഫയൽ സൈസ്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിൽ 240x240 ആയിരിക്കണം ഡയമെൻഷൻ. DPI ഒക്കെ 200 അറ്റ്ലീസ്റ്റ് വേണമെന്നുള്ളതാണ്. പിന്നെ 20 KB-യുടെയും 50 KB-യുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഇംഗ്ലീഷിലുള്ള നമ്മുടെ ഡിക്ലറേഷൻ 800x40 പിക്സൽ ആയിരിക്കണം. അതോടൊപ്പം തന്നെ 50 KB-യുടെയും 100 KB-യുടെ ഇടയിലായിരിക്കും ഫയൽ സൈസ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കാം. പിന്നെ SC/ST OBC ഒക്കെ റിസർവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അതത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ റെഡിയാക്കി വെക്കണം ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു, ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 21 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ റീജിയണൽ ഓഫീസസും അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം കേരളത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം മലയാളം, നിങ്ങൾക്ക് കാണാം തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്, അങ്ങനെ ഓരോ റീജിയണൽ ഓഫീസ് അതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്ത് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ലാംഗ്വേജസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൊടുക്കാം. പക്ഷേ നമുക്ക് ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ താമസിക്കുന്നത് അവിടെ കൊടുക്കാനാണ് അവർ നമ്മളോട് പറയുന്നത്. ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ താമസിക്കുന്നത്, സ്ഥിരമായി താമസിക്കുന്നത്, അവിടെ അതത് ഉദ്യോഗാർത്ഥികൾ കൊടുക്കുക എന്നുള്ളതാണ് കണ്ടീഷൻ കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് ഇനി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേജിലേക്ക് വരും. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ലിങ്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നബാർഡ് ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ ഉണ്ട്. ഇനി ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൻ്റെ ലിങ്കാണ്, കോൺടാക്ട് ചെയ്യാം. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നബാർഡ് ആപ്ലിക്കേഷൻ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാറുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പണായി വരുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം IBPSൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ നബാർഡിൻ്റെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ കൂടെ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള കോൾ ലെറ്ററൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, അതുപോലെ മിഡിൽ നെയിം ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് നെയിം കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. സെക്കൻഡ് നെയിം, മിഡിൽ നെയിം ഉണ്ടാകും കൊടുക്കാം. ദെൻ ലാസ്റ്റ് നെയിം ഉണ്ട്, അത് കൊടുക്കാം, കൺഫേം ചെയ്യുക. ദെൻ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ എഴുതി കാണിക്കും. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം കൊടുക്കുക മൊബൈൽ നമ്പർ. പിന്നെ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. ഓക്കെ, മെയിൽ ID കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡൊമൈൻ നെയിം ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. gmail.com എന്നുള്ള ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. മെയിൽ IDൻ്റെ യൂസർ നെയിം മാത്രം ഇവിടെയും കൊടുക്കുക. എന്നിട്ട് ബാക്കി ഫുള്ളോടെ കൊടുക്കരുത്. മെയിൽ IDൻ്റെ യൂസർ നെയിം ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ goclejuland@gmail.com ആണ്. അപ്പോൾ goclejuland എന്ന് വരെ ഞാനിവിടെ കൊടുത്താൽ മതി. @gmail എന്നുള്ളത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്യണം കേട്ടോ. ജിമെയിൽ നിങ്ങൾ ഹോട്ട്മെയിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതാ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ gmail-ആണ് എൻ്റെ gmail.com എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ കൺഫേം ഇമെയിൽ IDയിൽ നമ്മൾ മൊത്തമായിട്ട് അടിച്ചു കൊടുക്കാം. goclejuland തന്നെ അടിച്ചു കൊടുക്കാം. ഓക്കെ, ejuland@gmail.com തന്നെ അടിച്ചു കൊടുക്കുക താഴെ കേട്ടോ. ഓക്കെ, @gmail.com എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെക്യൂരിറ്റി കോഡ് അടിച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ട് മറ്റു ഡീറ്റെയിൽസ്, പിന്നെ പ്രിവ്യൂ, പിന്നെ അപ്ലോഡ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിതിൽ എന്താണ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളോട് കൺഫർമേഷൻ ചോദിക്കും. കൺഫർമേഷൻ കൊടുത്ത് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ കൊടുക്കാം നമ്മൾ. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഇവിടെ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണിക്കും. നിങ്ങൾക്കൂടെ കാണാം ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ്. അതുപോലെ നമ്മളെ പാസ്വേഡ് ഇവിടെ ഉണ്ടായിരിക്കും. പാസ്വേഡ് നിങ്ങൾക്കൂടെ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, എവിടെയെങ്കിലും എഴുതി വെക്കുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളത് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഇവിടെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഡയമെൻഷനൊക്കെ ആയാലും ഇത് കറക്റ്റ് വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനടുത്ത് സിഗ്നേച്ചറാണ്. അടുത്തിവിടെ സിഗ്നേച്ചറും ചെയ്തു. ഇവിടെ കാണാം സിഗ്നേച്ചറൊക്കെ നല്ല ക്ലിയർ ഉണ്ടോ നോക്കണോ. ഞാനത് വെറുതെ ജസ്റ്റ് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സിഗ്നേച്ചറും ഇതൊക്കെ കറക്റ്റ് ഡയമെൻഷനൊക്കെ മാറ്റണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ ഇത് അവിടെ ഈസി ടൂൾസ്, ജസ്റ്റ് goclejuland ഗൂഗിൾ ചെയ്താൽ മതി. അതിൽ ഈസി ടൂൾസ് ഉണ്ട്. ഈസി ടൂൾസിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമെൻഷനൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഔട്ട്പുട്ട് വേണ്ടത്, എത്ര KB വേണം, അതൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്.
ഞാനിവിടെ കൺഫേം കൊടുത്തു. ഇനി നെക്സ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് റീജിയണൽ ഓഫീസിലേക്കാണ് എന്നോട് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഏത് സ്റ്റേറ്റിലാണ്. അപ്പം ഞാനിവിടെ കേരളമാണ് സെലക്ട് ചെയ്യുന്നത്. കേരള. ഓക്കെ. അതിനുശേഷം സെൻറ്റർ ഓഫ് എക്സാമിനേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കോഴിക്കോടാണ് കൊടുക്കുന്നത്. കാറ്റഗറി ഏതാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ SC ST OBC ആണല്ലോ കൊടുക്കുക. അപ്പോൾ ഞാൻ ജനറലാണ് ഇവിടെ കൊടുക്കുന്നത്. OBC ഒക്കെ കൊടുക്കുകയാണെങ്കിൽ OBC കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ജനറലാണ് ഇവിടെ കൊടുക്കുന്നത്. അതോടെ PWD ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതൊക്കെ PWD കാൻഡിഡേറ്റ്സിന് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ യെസ് കൊടുത്താൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്യണം. ഇവിടെയൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഇതൊക്കെ ഈ പറയുന്ന സ്ക്രൈബ് ഒക്കെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഈ ഫിസിക്കലി പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്യാനുള്ള കേട്ടോ. അതൊക്കെ ഡിസേബിൾ ആണ്. ഞാനിവിടെ PWD ആണോ എന്ന് ചോദിക്കുമ്പോൾ നോ കൊടുത്തുകൊണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഒന്നും നമ്മളൊന്നും കാട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇതൊക്കെ സ്ക്രൈബിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. എക്സ്ട്രാ ഈ എക്സാം എഴുതാനൊക്കെ പ്രയാസമുള്ള ഉദ്യോഗാർത്ഥികളെ അവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ പിന്നെ ഇവിടെ കംപ്ലീറ്റ് PWD അല്ല, റൈറ്റിംഗ് ഡിഫിക്കൽട്ടി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിന് ഈ പറയുന്ന RPW ആക്ട് പ്രകാരമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ളവർ യെസ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ നോ കൊടുത്താൽ മതി. അപ്പോൾ അത് യെസ് കൊടുത്താൽ ആണെങ്കിലാണ് ഇവിടെ ബാക്കി അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇവിടെ ഒന്നും ചെയ്യേണ്ട. പിന്നെ ഏജ് റിലാക്സേഷൻ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യെസ് കൊടുക്കുക. അതായത് പറഞ്ഞ ഏജ് അല്ല, ജനറലിൻ്റെ ഏജിനെക്കാട്ടിയും കൂടുതൽ ഏജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏജ് റിലാക്സേഷൻ ആവശ്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ റിലീജിയനാണ്, നിങ്ങളുടെ ഏതാണ് റിലീജിയൻസ് അത് കൊടുക്കാം. ഇതിനുശേഷം നിങ്ങൾ മൈനോറിറ്റി റിലീജിയൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇസ്ലാം അല്ലെ മുസ്ലിം ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കട്ടെ. അവർ മൈനോറിറ്റി റിലീജിയനാണത്. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ ജനറൽ കൊടുത്തുകൊണ്ട് ഇവിടെ അത് ഓട്ടോമാറ്റിക്കായി ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ യെസ് എന്ന് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ നമ്മളവിടെ ഞാൻ ജനറൽ കാറ്റഗറി കൊടുത്തുകൊണ്ട് എനിക്ക് വീണ്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് ഡിസേബിൾ ആയി കിടക്കുന്നത്. പിന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിലാണ് ഈ പറയുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. നമ്മൾ അങ്ങനെയുള്ളവർ ഇവിടെ യെസ് എന്ന് കൊടുക്കട്ടോ. അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ദെൻ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ എന്ന് കൊടുക്കുക. ദെൻ ഡിസേബിൾഡ് ആയിട്ടുള്ള എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ. ഇതൊക്കെ അവർക്കുള്ളതാണ്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. ഈ PWD കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ്മാനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണേ. പിന്നെ ഈ പറയുന്ന സർവീസിലിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടവരുടെ ജവാന്മാരുടെയൊക്കെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അവർ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ എന്ന് കൊടുക്കാം. ഓക്കെ. ഇതൊക്കെ അവർക്കുള്ളതാണ്. ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനടുത്ത് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത്, ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തല്ലോ ഈ റീജിയണൽ ഓഫീസ് ഫസ്റ്റ്. ഇപ്പോൾ ഞാനിവിടെ കേരള കൊടുത്തത്. ഓക്കെ. കേരളത്തിൽ ആ റീജിയണൽ ഓഫീസിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നബാർഡിൻ്റെ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത ആ റീജിയണൽ ജൂറിഡിക്ഷനിൽ അതിൻ്റെ റീജിയണൽ ഓഫീസിൻ്റെ ആ ഒരു പരിധിയിൽ വരുന്ന സ്റ്റേറ്റിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് സ്റ്റേറ്റിലേക്ക്, അതായത് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് അറിയെങ്കിൽ അതിനെയും അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ നോ കൊടുക്കണം കേട്ടോ ഇവിടെ. അല്ലാത്തവർ ഇപ്പം ഞാനിപ്പോൾ കേരളത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. കേരളത്തിലെ ഈ പറയുന്ന റീജിയണൽ ഓഫീസ് ഞാൻ കൊടുത്തിരിക്കുന്നത് വേക്കൻസിയുടെ കാണാം. റീജിയണൽ ഓഫീസ് കേരളമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കേരളത്തിൽ തന്നെ താമസിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് ഞാനിവിടെ കൊടുക്കുന്നത് യെസ് എന്നുള്ളതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വേറെ സ്റ്റേറ്റിലും നിങ്ങൾ കൊടുക്കുന്ന വേറെ സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ആണ് താമസിക്കുന്നത്, തമിഴ്നാടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോ എന്ന് കൊടുക്കണം ഇവിടെ കേട്ടോ. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് വായിച്ചിട്ട് മനസ്സിലാക്കി മാറ്റണം. അതുപോലെ തന്നെ നിങ്ങൾ നബാർഡിലെ എംപ്ലോയി ആണോ എന്നുള്ളതാണ്. അവിടെ നോ കൊടുക്കുകയാണെങ്കിൽ യെസ് കൊടുക്കുക. അതുപോലെ നാഷണാലിറ്റി ഇന്ത്യ എന്നുള്ള ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഡേയും മന്തും ഇതൊക്കെ സെലക്ട് ചെയ്യുക കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഏജ് ഒക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. മെയിൽ ഓർ ഫീമെയിൽ ഏതാ ജെൻഡർ അത് സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് ട്വിൻ ബ്രദറോ സിസ്റ്റർ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ദെൻ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ഓക്കെ. അഡ്രസ്സ്, നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇവിടെ. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൽ സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ അഡ്രസ്സ് തന്നെ നിങ്ങൾ കൊടുക്കണം. ഓക്കെ. കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം പിൻകോഡ് കൊടുത്തിട്ട് മുകളിൽ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്. നിങ്ങൾക്ക് സെയിം ആസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ആക്കി തരാം നിങ്ങൾക്ക് ഫോം. ഓക്കെ. ഇതെവിടെ കാണാം സെയിം ആസ് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ കൊടുത്താൽ ഈ അഡ്രസ്സ് എന്ത് ചെയ്യും താഴേക്ക് വരും. അത് ഓട്ടോമാറ്റിക്കായി ഫിൽ ആയിക്കോളും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ GST നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലാണ് ഇതിൽ ഏത് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങളുടെ ഫീ ഇവിടെ കാണിക്കും. GST അടക്കം 590 അടയ്ക്കേണ്ടത്. ഞാൻ എന്നാൽ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പം ജസ്റ്റ് കൊടുത്തിട്ട് കാണിക്കുക. അതൊന്ന് ഫിൽ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുക. ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാണിക്കും അതോടെ. ഓക്കെ. സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് ഇനി ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസാണ് ആദ്യം ഫിൽ ചെയ്യേണ്ടത്. ഡേ മന്ത് ഇതൊക്കെ നമ്മൾ പാസ് ഔട്ടായ ഡേയും മന്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കട്ടോ. ഓക്കെ.
പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. അപ്പോൾ 10ാം ക്ലാസ്സിലെ പെർസെൻറ്റേജ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈസി ടൂൾസ് തന്നെ നിങ്ങൾക്ക് കാണാം. ഈസി ടൂൾസിൽ നമ്മുടെ ഈസി ടൂൾസിൽ നിങ്ങൾക്ക് SSLC 10th പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈസി ടൂൾസ് ക്ലിക്ക് ചെയ്താൽ മതി. SSLC 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അത് അവിടെ കൊടുക്കുക. നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് നിങ്ങൾ വെച്ചാൽ ആ പെർസെൻറ്റേജ് കൊടുക്കാം. സെലക്ട് ഫസ്റ്റ് ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ് എന്ന് കൊടുക്കാം. ദെൻ +2ൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ +2ൻ്റെ ഒക്കെ നിർബന്ധമില്ല, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് എസെൻഷ്യലായിട്ട് കൊടുക്കേണ്ടത്. അത് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. +2ൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡിപ്ലോമ കാര്യങ്ങളോ ടൈപ്പിങ്ങിൻ്റെ എന്തെങ്കിലും ചെയ്തതിന് അത് നിങ്ങൾക്ക് എക്സ്ട്രാ അവിടെ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നത് നമ്മൾ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ്. യെസ് എന്ന് നിങ്ങളിവിടെ കൊടുക്കാം. ഇതിന് അടുത്ത് നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ ഡിക്ലറേഷൻ ഉണ്ടാകും. അണ്ടർ ഗ്രാജുവേറ്റ് ആണോ, 1/10/2024 നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റിൽ കാറ്റഗറിയിൽ പെടുന്നവരാണോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ള മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രാജുവേറ്റഡ് അല്ല, നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റഡ് ആണ്. ഇപ്പോൾ സാധാരണ നമ്മളത് UG എന്ന് നമ്മൾ തെറ്റായിട്ട് നമ്മൾ പറയാറുണ്ടെങ്കിലും UG എന്ന് പറയുന്നത് നമ്മൾ ഗ്രാജുവേഷൻ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ശരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് നമുക്ക് ഗ്രാജുവേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, അതായത് ഗ്രാജുവേറ്റഡ് അല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് +2 അല്ലെങ്കിൽ മറ്റു ഡിപ്ലോമ, അതായത് നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതാണ് അണ്ടർ ഗ്രാജുവേറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണ് എന്നുള്ളതാണ് നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കണം. 1/10 ഇവിടെ യെസ് കൊടുക്കണം. ഇവിടെ നോ കൊടുത്താൽ നമുക്കിവിടെ നമ്മൾ ഇതിലേക്ക് എലിജിബിൾ അല്ല, അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, നോ കൊടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇത് വാലിഡേറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അപ്പോൾ ഇവിടെ കാണിക്കും നോ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഇനി അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ അപ്ലൈ ചെയ്ത ഒഫീഷ്യൽ അതായത് റീജിയണൽ ഓഫീസിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മൾ സർട്ടിഫിക്കറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ മാർക്ക് ഷീറ്റിൽ ആ ലാംഗ്വേജ് ഏതൊരു സബ്ജക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കാരണം മലയാളം നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി +2 പഠിച്ചിട്ടുണ്ടായിരിക്കാം. SSLC നമ്മൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം, കുഴപ്പമില്ല. ഇനി അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് നമുക്ക് പ്രൊഫഷൻ്റ് ആണോ, റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്ത് ഡിക്ലറേഷനാണ്, യെസ് കൊടുക്കുക നമ്മൾ മലയാളം. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, നമ്മളിത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. വേറെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി PWD കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. അതായത് പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് PWD കാൻഡിഡേറ്റ്സിനും SC കാൻഡിഡേറ്റ്സിനും OBC ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അവർ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജസ് ആണ്, മലയാളം സെലക്ട് ചെയ്യാം, റീഡ് റൈറ്റ് സ്പീക്ക് കൊടുക്കാം. ഇനി ഇംഗ്ലീഷ് അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, റീഡ് റൈറ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാമെന്നുള്ളത് വെച്ചാൽ അത് നിങ്ങൾ ടിക്ക് ചെയ്യാം. ഹിന്ദി ആരെങ്കിൽ ഹിന്ദി, തമിഴ് ആരെങ്കിൽ തമിഴ്, അതുപോലെ കൊടുക്കാം. ഇനി വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അത് നമ്മൾ ഈ പറയുന്ന 1/10/2024 നമ്മൾ നോ എന്ന് കൊടുത്താലുള്ള റിസൾട്ടാണ് ഇവിടെ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ കാണാം 1 എറർ ഫൗണ്ട് എന്നിട്ട് 1 or more എറർ ഫൗണ്ട് എന്നിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുമോ എറർ എന്താണെന്ന് ഇവിടെ ആ ഒരു റെഡ് കളറിലൂടെ കാണിക്കുന്നുണ്ട്. ആരും ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, ഷുഡ് ബി യെസ്. അപ്പോൾ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഗ്രാജുവേറ്റ് ആകാൻ പാടില്ല, ഞാൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു. അതായത് നമ്മൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് ഗ്രാജുവേഷൻ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ 1/10/2024 നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി ആകരുത്. ജസ്റ്റ് നമ്മൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്ലൈ ചെയ്യുന്നതിൽ. അപ്പോൾ ഇവിടെ നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്, ഗ്രാജുവേഷൻ ആണ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പം അവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അത് അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ഗ്രാജുവേഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുക്കുക, നമുക്ക് ഗ്രാജുവേഷൻ ഇല്ല, 1/10/2024 നമ്മൾ ഡിഗ്രി എടുത്തിട്ടില്ല എന്നുള്ള ഡിക്ലറേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാം വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാം, എല്ലാം ഓക്കെ ആണോ നോക്കാം. അഗ്രി കൊടുക്കാം, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇനി അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇവിടെ അപ്ലോഡ് ചെയ്യണം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഡിക്ലറേഷൻ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 6ാമത്തെ ഘട്ടമാണ് പേയ്മെൻറ്റ്. അങ്ങനെ പേയ്മെൻറ്റും അടിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, താല്പര്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഡെമോ അക്കൗണ്ടായിട്ട് ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുക, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, വീഡിയോ കാണുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. താങ്ക് യു.